ലോകരാഷ്ട്രീയത്തിൽ വീണ്ടും ശ്രദ്ധ നേടുകയാണ് ഉത്തര കൊറിയ. സ്വന്തം ആണവശേഷി കൂടുതൽ ശക്തമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് വ്യക്തമാക്കുന്ന പുതിയ ചിത്രങ്ങളാണ് ഇപ്പോൾ ഉത്തര കൊറിയ പുറത്തുവിട്ടിരിക്കുന്നത്. ഉത്തര കൊറിയയുടെ നേതാവായ കിം ജോങ് ഉൻ പുതിയ യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റ് സന്ദർശിക്കുന്ന ചിത്രങ്ങൾ ഔദ്യോഗിക മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചതോടെയാണ് ഈ വിഷയം വീണ്ടും അന്താരാഷ്ട്ര ശ്രദ്ധ നേടുന്നത്. ഇത് വിശദമായി നോക്കാം. ഞാൻ ദേവിക ഷാജി. ചിത്രങ്ങളിൽ വലിയ ഹാളിനുള്ളിൽ നിരത്തി വെച്ചിരിക്കുന്ന സെൻട്രിഫ്യൂജുകൾക്ക് ഇടയിലൂടെ കിം ജോങ് ഉൻ നടക്കുന്നതാണ് കാണുന്നത്. അദ്ദേഹത്തോടൊപ്പം മുതിർന്ന ഉദ്യോഗസ്ഥരുമുണ്ട്. രാജ്യത്തിന്റെ ആണവ പദ്ധതിയിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞന്മാരെ അദ്ദേഹം അഭിനന്ദിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളെ പ്രശംസിക്കുകയും ചെയ്തു. കഴിഞ്ഞ 5 വർഷത്തിനിടെ നിശ്ചയിച്ചിരുന്ന പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സാധിച്ചതായും കിം ജോങ് ഉൻ പറഞ്ഞു. രാജ്യത്തിന്റെ ആണവശേഷി പലരും കരുതുന്നതിൽ കൂടുതൽ ശക്തമാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. പുതിയ പ്ലാന്റിൽ കൂടുതൽ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ടെന്നും ഉത്തര കൊറിയൻ വാർത്താ ഏജൻസിയായ KCNA റിപ്പോർട്ട് ചെയ്തു. ആണവായുധ നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘട്ടങ്ങളിൽ ഒന്നാണ് സമ്പുഷ്ടീകരിച്ച യുറേനിയം. ഇത് നിർമ്മിക്കാനുള്ള ശേഷി കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇരട്ടിയിലധികം വർദ്ധിക്കാൻ ഉത്തര കൊറിയയ്ക്ക് കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പുതിയ പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചതോടെ ഈ ശേഷി ഇനിയും ഉയരുമെന്നാണ് വിലയിരുത്തൽ. ലോക രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഏറെ സങ്കീർണമാക്കുന്ന സമയത്താണ് ഉത്തര കൊറിയയുടെ ഈ നീക്കം. അടുത്തിടെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാന്റെ ആണവ പദ്ധതികളെ ലക്ഷ്യമിട്ട് നടത്തിയ നടപടികൾ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. അതിനിടെയാണ് സ്വന്തം ആണവശേഷി ശക്തമാണെന്ന് ലോകത്തിനു മുന്നിൽ കാണിക്കാനുള്ള ശ്രമവുമായി ഉത്തര കൊറിയ രംഗത്തെത്തിയത്. ഉത്തര കൊറിയ ആണവ കേന്ദ്രങ്ങളുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടത് ഇത് ആദ്യമല്ല. 2024 സെപ്റ്റംബർ മുതൽ ഇതുവരെ 3ാം തവണയാണ് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ഔദ്യോഗിക മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. ഇതിലൂടെ രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയെക്കുറിച്ച് ലോകത്തിന് വ്യക്തമായ സന്ദേശം നൽകാനാണ് ഭരണകൂടം ശ്രമിക്കുന്നതെന്ന് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ കിം സന്ദർശിച്ച കേന്ദ്രം കൃത്യമായി ഏത് സ്ഥലത്താണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അത് യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റ് ആണോ അല്ലെങ്കിൽ ആണവ വസ്തുക്കൾ നിർമ്മിക്കുന്ന മറ്റേതെങ്കിലും കേന്ദ്രമാണോ എന്ന് ഉത്തര കൊറിയ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ല. എന്നിരുന്നാലും പുറത്തുവരുന്ന ചിത്രങ്ങൾ രാജ്യത്തിന്റെ ആണവ പദ്ധതികൾ സജീവമായി മുന്നോട്ട് പോകുന്നുവെന്ന സൂചനയാണ് നൽകുന്നത്. അമേരിക്കയുമായുള്ള ആണവ ചർച്ചകൾ പരാജയപ്പെട്ടതിനു ശേഷമാണ് ഉത്തര കൊറിയ കൂടുതൽ ശക്തമായ ആണവ പദ്ധതികളിലേക്ക് തിരിഞ്ഞത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കിം ജോങ് ഉന്നും തമ്മിൽ നടന്ന 3 കൂടിക്കാഴ്ചകൾ ലോക ശ്രദ്ധ നേടിയിരുന്നുവെങ്കിലും അവയിൽ നിന്ന് വലിയ ഫലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഉത്തര കൊറിയ സ്വന്തം പ്രതിരോധ നയം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ആണവായുധങ്ങളും ദീർഘദൂര മിസൈലുകളും രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് അത്യാവശ്യമാണെന്ന നിലപാടിലാണ് അവർ സ്ഥിരീകരിച്ചത്. ഇപ്പോൾ പുറത്തുവരുന്ന ചിത്രങ്ങളും റിപ്പോർട്ടുകളും ആ നയത്തിന്റെ തുടർച്ചയാണ് വിലയിരുത്തപ്പെടുന്നത്. ലോകത്തിലെ ആണവായുധ ശക്തികളെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും റഷ്യയാണ് മുന്നിൽ. 5400-ലധികം ആണവായുധങ്ങളാണ് റഷ്യയുടെ കൈവശം ഉള്ളതെന്നാണ് കണക്കുകൾ. അമേരിക്കയ്ക്കും 5300-ഓളം ആണവായുധങ്ങളുണ്ട്. ഈ 2 രാജ്യങ്ങളെ അപേക്ഷിച്ച് ഉത്തര കൊറിയയുടെ ശേഖരം വളരെ ചെറുതാണെങ്കിലും അവരുടെ ശേഷി ക്രമാതീതമായി ഉയരുകയാണെന്നാണ് വിദഗ്ധരുടെ ആശങ്ക. അമേരിക്കൻ കോൺഗ്രഷണൽ റിസർച്ച് സർവീസിന്റെ കണക്കുകൾ പ്രകാരം നിലവിൽ 90 ആണവ പോർമുനുകൾ നിർമ്മിക്കാൻ ആവശ്യമായ വസ്തുക്കൾ ഉത്തര കൊറിയയുടെ കൈവശം ഉണ്ടാകാം. അതിൽ കുറഞ്ഞത് 50 പോർമുനുകളെയെങ്കിലും അവർ ഇതിനകം നിർമ്മിച്ചിട്ടുണ്ടാകാമെന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയും അടുത്തിടെ ഉത്തര കൊറിയയുടെ ആണവ പ്രവർത്തനങ്ങളെ കുറിച്ച് റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. പുതിയ കെട്ടിടങ്ങളുടെ രൂപകൽപ്പനയും വൈദ്യുതി സംവിധാനങ്ങളും നിലവിലുള്ള ആണവ കേന്ദ്രങ്ങളുമായി സാമ്യമുള്ളതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതിലൂടെ അവയും ആണവ പദ്ധതിയുടെ ഭാഗമാണെന്ന സംശയം കൂടുതൽ ശക്തമാക്കുകയാണ്. അമേരിക്കയുടെ ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസിയും ഉത്തര കൊറിയ പുതിയ സമ്പുഷ്ടീകരിച്ച പ്ലാന്റ് നിർമ്മിക്കുന്നതായി നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തുവന്ന ചിത്രങ്ങളുള്ള കേന്ദ്രം അതേ പ്ലാന്റ് ആണോ അല്ലെങ്കിൽ ഇതുവരെ പുറത്തറിയാത്ത മറ്റൊരു കേന്ദ്രമാണോ എന്നത് വ്യക്തമല്ല. ആണവ പരീക്ഷണങ്ങളോ വൻ സൈനിക പരേഡുകളോ നടത്തുന്നതിന് പകരം ഇപ്പോൾ ഉൽപാദന കേന്ദ്രങ്ങൾ ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കുന്ന രീതിയാണ് ഉത്തര കൊറിയ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിലൂടെ വെറും പ്രഖ്യാപനങ്ങൾ മാത്രമല്ല, ആണവായുധ നിർമ്മാണത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും രാജ്യത്തിനുണ്ടെന്ന് കാണിക്കാനാണ് അവരുടെ ശ്രമം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഉത്തര കൊറിയ നിരവധി മിസൈൽ പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട്. അതിൽ ചിലത് അമേരിക്കൻ ഭൂഖണ്ഡം വരെ എത്താൻ ശേഷിയുള്ള ദീർഘദൂര മിസൈലുകളാണെന്ന് അമേരിക്കൻ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇത്തരം പരീക്ഷണങ്ങൾ രാജ്യത്തിന്റെ സൈനിക ശേഷി കൂടുതൽ ശക്തമായി എന്നാണ് വിലയിരുത്തുന്നത്. 2026-ലെ അമേരിക്കൻ ദേശീയ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉത്തര കൊറിയയുടെ മിസൈൽ പദ്ധതികളെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. അമേരിക്കയിലെ ഏത് പ്രദേശത്തേക്കും ആക്രമണം നടത്താൻ കഴിയുന്ന ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉത്തര കൊറിയ വിജയകരമായി പരീക്ഷിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു.
ഉത്തര കൊറിയയുടെ ആണവ പദ്ധതികൾ കൂടുതൽ വേഗത്തിൽ മുന്നോട്ട് പോകുകയാണെന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പുതിയ പ്ലാന്റുകളുടെ നിർമ്മാണം, വർദ്ധിച്ച ഉൽപാദനശേഷി, തുടർച്ചയായ മിസൈൽ പരീക്ഷണങ്ങൾ എന്നിവ രാജ്യത്തിന്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളായി കണക്കാക്കപ്പെടുന്നു. അതേസമയം ഈ സംഭവ വികാസങ്ങൾ ലോകരാജ്യങ്ങളുടെ ആശങ്കയും വർദ്ധിപ്പിക്കുന്നുണ്ട്. ഭാവിയിൽ ഇത്തരം കൊറിയയുടെ ആണവ പദ്ധതികൾ ഏത് ദിശയിലേക്ക് പോകുമെന്നത് അന്താരാഷ്ട്ര സമൂഹം അടുത്ത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്.